നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDFന്റെ വാഗ്ദാനമായ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുക എന്നത് നടപ്പിലാക്കുന്നതിന് കാലതാമസം വരില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ അർഹരായവരിലേക്ക് എത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സംവിധാനം സർക്കാർ ഗൗരവകരമായി പരിശോധിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു VD സതീശൻ. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നും മുടങ്ങാതെ പെൻഷൻ നൽകാനാണ് UDF സർക്കാരിന്റെ ശ്രമമെന്നും സതീശൻ പറഞ്ഞു. പെൻഷൻ 3000 രൂപയാക്കുമെന്നത് LDFന്റെ വാഗ്ദാനം പോലെ ആയിരിക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയും തമ്മിൽ വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് AC വെക്കുന്ന ചിലരുണ്ട്. ഒരു പക്ഷേ മാതാപിതാക്കളെ ഇവിടെ നാട്ടിലാക്കി മക്കൾ വിദേശത്തായിരിക്കാം. അവർ ഒരു പക്ഷേ അവരുടെ കഷ്ടപ്പാടിൽ നിന്നും എടുക്കുന്ന ഒരു തുക ഒരു പക്ഷേ അവർ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടാകാം. ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ അവർക്ക് വരുമാനം ഉണ്ടാകില്ല, പിന്നീട് അവർക്ക് വരുമാനം ഉണ്ടാകുന്നു. എന്നാൽ ഈ പറഞ്ഞ പോലെ ചിലർക്കൊക്കെ തന്നെ ഡോക്ടർമാരടക്കം കുറിപ്പടി കൊടുത്ത് AC വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു AC വെച്ച് കൊടുത്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മക്കൾ അവരുടെ ചെറിയ സേവിങ്സിൽ AC വെച്ച് കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അവർക്കിവിടെ ഈ പറയുന്ന പോലെ തന്നെ ഈ പെൻഷൻ കിട്ടാതെ പോകുന്നത്, തള്ളിക്കളയുന്നത് അത് നല്ല കാര്യമല്ല എന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല അനർഹരായിട്ടുള്ളവർക്ക് പെൻഷൻ കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ VD സതീശൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ മുഖവിലക്കെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പറയുന്നത് എണ്ണം കുറയ്ക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, അർഹരായ ജനങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ളതാണ്. അനർഹരുടെ എണ്ണം കൂടുമ്പോൾ നമ്പർ ഓഫ് പെൻഷൻ കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അപ്പോൾ അർഹരായുള്ളവരുടെ കയ്യിലേക്ക് പെൻഷൻ തുക എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ VD സതീശന്റെ പോയിന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 3000 രൂപ തന്നെ ആക്കും. അത് മുടങ്ങാതെ കൊടുക്കണമെന്ന് തന്നെയാണ് ഈ സർക്കാരിന്റെ ആഗ്രഹം. അത് അങ്ങനെ തന്നെ പോകുമെന്നാണ് മനസ്സിലാകുന്നതാണ് VD സതീശൻ പറയുന്നത്. എന്തായാലും നിയമസഭയിൽ നടന്ന ചോദ്യോത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ നോക്കിയത്. ഈ ലോസ് ആഞ്ചലസിൽ പോയയാള് ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകൻ്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമോ എന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയിച്ച സമയത്ത്, സർക്കാർ നിശ്ചയിച്ച സമയത്ത് ആയിരിക്കും. പിന്നീട് അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുകയും വീടിന് വരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പം തന്നെ വെച്ചിരിക്കുന്ന കണ്ടീഷനിൽ AC വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. വ്യാപകമായ പരാതിയുണ്ട് അതിനെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ രോഗിയായ ഒരാൾ, പ്രായമുള്ള ഒരാൾ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഈ കടുത്ത ചൂടിനെ അവഗണിക്കാൻ വേണ്ടി ചിലപ്പോൾ മക്കളോ ആരെങ്കിലും ഒരു AC വെച്ച് കൊടുത്തതാണ്. പരാതിയുണ്ട്. നമ്മൾ പരിശോധിക്കാം. അപ്പോൾ ആ AC ഉള്ളത് കൊണ്ട് മാത്രം പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ മക്കൾ വിദേശത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ജോലി ചെയ്യുന്നു, ആ ഒരു വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇവർക്കുള്ള ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ആരെ ഇതിൻ്റെ അതൊന്നും ഒഴിവാക്കാനല്ല. നമുക്ക് ഈ അർഹരായ ആളുകൾ വരുമ്പോൾ ഇതിൻ്റെ നമ്പർ കൂടുകയും അർഹരായ ആളുകൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ ഇതൊരു പരിശോധന നടത്തി പുറത്ത് നിൽക്കുന്ന അർഹരായ ആളുകളെ അകത്ത് കയറ്റാനും അനർഹരായ ആളുകളെ പുറത്ത് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മനസ്സിലായി തീർച്ചയായിട്ടും. അതുകൊണ്ട് മക്കള് വിദേശത്താണെങ്കിലും മക്കളെ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പം ചില അമ്മമാർ പറയാറുണ്ട് 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്ത ആൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല, അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നു.